പ്രൈസ് ലോർഡ്. ബൈബിൾ വചനങ്ങളിലൂടെ മത്തായിയുടെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ 18-19 വചനങ്ങൾ. യേശുവിൻ്റെ ജനനം പ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ജോസഫായി അസ്വസ്ഥനായി, അസ്വസ്ഥനായി ഈ ലോകത്തിൻ്റെ ആ ഒരു രീതിയിലുള്ള സാധാരണ ഒരു മനുഷ്യൻ. അദ്ദേഹം രാത്രിയിൽ ഉറക്കമില്ല. ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ്. ദാവീദിന്റെ പുത്രനായ ജോസഫെ, നീ ശങ്കിക്കേണ്ട, അവളെ ഭാര്യ സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളിലൂടെ ഒരു പുത്രൻ പ്രസവിക്കും. ആ പുത്രനെ നീ യേശു എന്ന് പേരിടുന്നു. പ്രവാചക ഗ്രന്ഥങ്ങളിൽ കാണിച്ചിരിക്കുന്ന ആ വചനം, കന്യാ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുന്നു. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടുന്നു. അവൻ ഈ ലോകത്തിൻ്റെ ജനങ്ങളുടെ പാപങ്ങൾ കഴുകി ശുദ്ധീകരിക്കുവാനായിട്ട് അവനിലൂടെ എല്ലാവരിലും രക്ഷ. ഔസേപ്പുണ്യാളൻ ശരിക്ക് ആ സ്വപ്നം പുള്ളി ശരി അവിടെ വല്ലാതെ ഭയപ്പെട്ടു. അവനെ പ്രസവിക്കുന്നതുവരെ ജോസഫ് അവളെ അറിഞ്ഞില്ല. ജോസഫിൻ്റെ നീതി അവിടെ എടുത്ത് കാണിക്കുകയാണ്. എന്നതുപോലെ ഇസ്ഹാക്കിലൂടെ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുന്നു. എന്നിട്ടും ബലികഴിക്കാനായിട്ട് ദൈവം ആജ്ഞാപിച്ചപ്പോൾ തൻ്റെ ഏകമകനെയും കൂട്ടിക്കൊണ്ട് മോറിയ മലയിലേക്ക് പോകുന്ന സീൻ. വിശ്വാസം, മരിച്ചവരെ വീണ്ടും ഉയർപ്പിക്കുന്നുള്ള വിശ്വാസം. ആ നീതിയായി അബ്രഹാം നീതിയായി. അവനിലൂടെ സന്താനങ്ങൾ, മണൽത്തരി പോലെ സന്താനങ്ങൾ അവനിലൂടെ ഉണ്ടായി. പ്രിയ സഹോദരങ്ങളെ, നമ്മളും യഥാർത്ഥ നീതിയിൽ ജീവിക്കുവാൻ സന്മനസ് കാണിക്കുക. അത് നിയമത്തിലധിഷ്ഠിതമായ നീതിയല്ല, വിശ്വാസത്തിൽ ആസ്പദമാക്കി ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന നീതി. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി.